ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മലയാളം അല്ലേ, നമ്മൾ ഇതുവരെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ വീഡിയോസ് ഒന്നും നമ്മൾ അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെ പോലെ തന്നെ അല്ലേ, എന്നാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഫുൾ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഏത് മലയാളം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അത് നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റു വിഷയങ്ങളുടെ കൂട്ടത്തിൽ മലയാളത്തിൽ നമ്മൾ പരിഗണിക്കാറേ ഇല്ല, ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കാറില്ല. പിന്നെ നമ്മളൊരു എന്താണ് ഒരു റിലാക്സേഷൻ മോഡിലൊക്കെയാണ് നമ്മൾ മലയാളം ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുക അല്ലേ. ബാക്കി സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ച് മാത്സ് ഒക്കെ പഠിച്ച് ഇങ്ങനെ തലകറങ്ങി ഇരിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഭയങ്കര നമുക്കൊന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു പീരീഡാണ് എന്ത് മലയാളം എന്ന് പറയും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പല പാഠഭാഗങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല, വേണ്ടത്ര ശ്രദ്ധയോടെ നമ്മൾ അങ്ങ് കേൾക്കാറില്ല, നമ്മളങ്ങ് ഉൾക്കൊള്ളാറില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഫുൾ മാർക്ക് എന്ന് പറയുന്ന ഒരു എയിമിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാറില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ണുപൂട്ടി എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടേണ്ട ഒരു വിഷയമാണ് ഇത് മലയാളം എന്ന് പറയുന്നത്. അപ്പൊ ഇനി മക്കളുടെ കൂടെ അല്ലെ, ഇനി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എല്ലാ പാഠത്തിന്റെയും അല്ലെ, നിങ്ങൾ പറയുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാനാണ് കേട്ടോ പാഠഭാഗങ്ങൾ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ടീച്ചർ പരിചയമുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ മുമ്പ് കണ്ടു പരിചയമുണ്ടോ? അറിയാമോ ടീച്ചറെ? വിഷ്ണുമായ എന്നാണ് കേട്ടോ ടീച്ചറുടെ പേര്. ഓക്കെ. അപ്പൊ നമ്മൾ മലയാളത്തിലുള്ള പ്രധാനപ്പെട്ട നമുക്ക് ഇനിയുള്ള ക്രിസ്മസ് പരീക്ഷയൊക്കെ വരുന്നുണ്ടല്ലോ, ദേ പോയി ധാ വന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓണപ്പരീക്ഷയെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി വരാനിരിക്കുന്നുണ്ട് അല്ലേ. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് അല്ലേ നവംബർ ഒക്ടോബർ ഇപ്പൊ കഴിയും, നവംബർ വരും, പിന്നെ ഡിസംബർ ആവും അല്ലേ, പിന്നെ പബ്ലിക് എക്സാം വരും. അപ്പൊ പഠിക്കേണ്ടത് അപ്പൊ തന്നെ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. പിന്നെ പരീക്ഷയിൽ ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല അല്ലേ. അപ്പൊ മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് ഓൾറെഡി നമ്മൾ 2 യൂണിറ്റ് നമ്മൾ എന്തിനു വേണ്ടി പഠിച്ചു, നമ്മൾ ഫസ്റ്റ് ടേം കഴിഞ്ഞല്ലോ അല്ലേ. അപ്പൊ ഓണ പരീക്ഷയൊക്കെ നമ്മൾ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ, സൂപ്പർ അല്ലേ, പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടില്ലേ. അപ്പൊ ഇനി നമ്മൾ 3ാമത്തെ യൂണിറ്റ് മുതലാണ് നമ്മൾ ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായ ഭയങ്കര രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് കേട്ടോ. ഒരു തുള്ളൽ കൃതിയാണ്, നമ്പ്യാർ എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണ് ഇത് നമുക്ക് പഠിക്കാനുള്ള കവിത കേട്ടോ. അപ്പൊ നോക്കൂ, കൊള്ളിവാക്കല്ലാതൊന്നും എന്നാണ് കവിതയുടെ പേര്. എന്താണ്? കൊള്ളിവാക്കല്ലാതൊന്നും എന്നാണ് കവിതയുടെ പേര് അല്ലെ. ഇപ്പൊ കറിക്ക് ഉപ്പില്ല, അല്ലെങ്കിൽ മധുരം കൂടി ചായക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം നമ്മളുടെ വീടുകളിലും സിനിമകളിലും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ചില തമാശ രൂപേണയുള്ള പല തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കാലവും അല്ലെ, കാലങ്ങളായിട്ട് വീട്ടകങ്ങളിലുള്ള സ്ത്രീകൾ കേൾക്കുന്ന അല്ലെങ്കിൽ സ്ത്രീയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കവിതയാണ്, അല്ലെങ്കിൽ ഒരു തുള്ളൽ കൃതിയാണ് കൊള്ളിവാക്കല്ലാതൊന്നും എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ മക്കൾക്ക്? അപ്പൊ നോക്കൂ, നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ആണ് ദർപ്പണം എന്നാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ പേര്. ഈ യൂണിറ്റിൽ നമുക്ക് ഇത്രയും പാഠഭാഗങ്ങൾ കേട്ടോ. കുഞ്ചൻ നമ്പ്യാരുടെ ശീലാവതി ചരിതമാണ്. ശീലാവതി ചരിതത്തിലുള്ള കൊള്ളിവാക്കല്ലാതൊന്നും എന്ന് പറയുന്ന പാഠഭാഗം, ഗ്രേസി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ഗൗളി ജന്മം എന്ന് പറയുന്ന കഥ, ചെറിയാൻ കെ ചെറിയാന്റെ തേങ്ങ എന്ന് പറയുന്ന കവിത, എസ് കെ പൊറ്റക്കാടിന്റെ ബദരിയും പരിസരങ്ങളും, അതേപോലെ എം പി വീരേന്ദ്രകുമാറിന്റെ യമുനോത്രിയുടെ ഊഷ്മളത, ഇങ്ങനെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ഭയങ്കര രസമുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മളുടെ 3ാമത്തെ യൂണിറ്റ്. ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ നമുക്ക് രസമായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ, ഏത് പാഠമാണ് വേണ്ടത്, ഏത് പാഠാ വിഷമമുള്ളത്, ഏത് ചോദ്യമാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം ഇതിന് ശേഷം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ശീലാവതി ചരിതമാണ്, ചരിത്രത്തിലുള്ള നമ്മളുടെ കൊള്ളിവാക്കല്ലാതൊന്നും എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ പറയുന്നത്. എഴുതിയതാരാണ്? കുഞ്ചൻ നമ്പ്യാരാണെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. കുഞ്ചൻ നമ്പ്യാരെ നിങ്ങൾക്ക് അറിയാണ്ടുണ്ടോ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചല്ലേ കുഞ്ചൻ നമ്പ്യാരെ. പ്രാചീന കവിത്രയത്തിലുള്ള ഒരാളാണ് ആര്? ആധുനിക കവിത്രയുണ്ട്, പ്രാചീന കവിത്രയുണ്ട് അല്ലെ. അതിൽ പ്രാചീന കവിത്രയത്തിലുള്ള ആളാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. ഒരുപാട് പ്രധാനപ്പെട്ട കവിതകൾ അല്ലെ, കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ. 3 തരത്തിലുള്ള തുള്ളലുകളാണുള്ളത്, ഓട്ടൻ തുള്ളൽ, ശീതകൻ തുള്ളൽ, പറയൻ തുള്ളൽ അല്ലെ. അതിന്റെ വേഗത്തിനും രൂപത്തിനും വേഷത്തിലും ഒക്കെ വ്യത്യാസമാണ്, നടത്തുന്ന സമയത്തിന് വ്യത്യാസമാണ് അല്ലെ. അപ്പൊ അങ്ങനെ 3 തരം തുള്ളലാണ്. അതിലുള്ള ഒരു തുള്ളൽ കൃതിയിലുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ മൂപ്പര് ഭയങ്കരമായിട്ടുള്ള അല്ലെ, ഭയങ്കര ഒരു സമൂഹത്തെ കുറിച്ചൊക്കെ നല്ല അതിഭീകരമായ ധാരണയുള്ള ഒരാളാണ്, ഒരു വിപ്ലവകാരിയൊക്കെയാണ് നമ്പ്യാർ അല്ലെ.
അല്ലെ. നമ്പ്യാർക്ക് പറയാനുള്ള നമ്പ്യാർ ആരെ മൂത്ത് നോക്കിയും പറയും അല്ലെ. തുള്ളൽ വേഷം കിട്ടിക്കഴിഞ്ഞാൽ ഏത് രാജാവിനെയും എന്ത് ചെയ്യാ, രാജാവ് ചെയ്യുന്ന കാര്യങ്ങളും വേദിയിൽ നിന്നിട്ട് പറയാനുള്ള അവകാശം, സ്വാതന്ത്ര്യമുള്ള ഒരാളായിരുന്നു നമ്പ്യാര്. അപ്പൊ അദ്ദേഹം വളരെ രൂക്ഷമായിട്ടുള്ള സാമൂഹ്യ വിമർശനമാണ് തന്റെ കവിതയിലൂടെ എന്ത് ചെയ്തത്, അദ്ദേഹം കൊണ്ടുവന്നു കേട്ടോ. ആ മുഖത്തടിച്ച പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട്, പ്രഭുക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനാചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ആര്, നമ്പ്യാര്. അപ്പൊ ഫലിതത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഹാ എന്നൊക്കെ നമ്മൾ ചിരിക്കും നമ്പ്യാരുടെ കവിതയൊക്കെ വായിക്കുമ്പോൾ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി, അയ്യോ ഇയാള് നമ്മളെ കളിയാക്കിയതല്ലേ അല്ലെ, അപ്പൊ ഇതിലൊരു ഇതില്ലേ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ. അപ്പൊ അത്തരം രീതികളെ അല്ലെങ്കിൽ ഫലിതം തമാശയിലൂടെ പറയുന്ന സാമൂഹ്യ വിമർശനത്തെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്, സെറ്റയർ എന്ന് പറയും. മലയാളത്തിൽ അതിനെ ആക്ഷേപഹാസ്യം എന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനെ ആക്ഷേപഹാസ്യം രീതിയിലുള്ള ഒരുപാട് കൃതികൾ ആരെഴുതിയിട്ടുണ്ട്, നമ്പ്യാർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശീലാവതി ചരിതം എന്ന് പറയുന്ന ഓട്ടൻതുള്ളലാണ്, ഇതൊരു തുള്ളൽ കൃതിയാണ്. ഓട്ടൻതുള്ളലിൽ നിന്നുള്ള ഭാഗമാണ് കൊള്ളിവാക്കല്ലാതൊന്നും എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. കൊള്ളിവാക്ക് എന്ന് പറഞ്ഞാൽ കുത്തുവാക്കാണ്, വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ആ സ്വഭാവം ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കുറെ കഥയൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ നമ്പ്യാരുടെ കാവ്യഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക. അതായത് നമ്മൾ എന്താ പറയാ, 8ലും 9ലും 10ലൊന്നും ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങളല്ലല്ലോ. നിങ്ങൾ കഴിഞ്ഞ വർഷം +1 എഴുതി, നിങ്ങൾക്ക് അറിയാം അല്ലെ, നല്ല അസല് ചോദ്യങ്ങളാ വരിക. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ലോകത്തെ കാണുകയും യുവാക്കളായി എന്നും ഭയങ്കരമായിട്ടുള്ള ചിന്തകളുള്ള ആളുകളാണെന്നൊക്കെയാണ് പാഠപുസ്തകം ഉണ്ടാക്കിയ ആളുകളുടെ വിചാരം. അപ്പോൾ ആ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ എഴുതണം അല്ലെ. അറ്റ്ലീസ്റ്റ് പത്രം വായിക്കുന്ന ബോധമെങ്കിലുള്ള ആളുകളായിരിക്കണം നമ്മൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നല്ല ഡെപ്തുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ പാഠപുസ്തകത്തെ കുറിച്ച് മാത്രം അറിവുണ്ടായ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചുറ്റും എന്ത് നടക്കുന്നു ആ കാര്യങ്ങളെ നമുക്ക് വിമർശനാത്മകമായിട്ട് കാണാം അല്ലെ. ക്രിട്ടിക്കലി അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അതിനെ പറ്റി ചിന്തിക്കാനും ഒക്കെ ഉള്ള കഴിവ് ആർക്ക് ഉണ്ടാവണം, നമുക്ക് ഉണ്ടാവണം കേട്ടോ. അതൊക്കെ നമുക്ക് പതിയെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്പ്യാരുടെ ഭാഷ അല്ലെ, നമ്പ്യാരുടെ ഭാഷയെ കുറിച്ച് നമുക്ക് പഠിക്കണം. കേരളീയമായിട്ടുള്ള താളങ്ങളുടെ പ്രയോഗം അല്ലെ, ഈ കവിത ചൊല്ലുന്ന സമയത്ത് നമുക്കറിയാം ടീച്ചർ നന്നായിട്ട് പാടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത്ര മനോഹരമായിട്ട് പാടും ഞാൻ, അപ്പൊ അതുകൊണ്ട് ഞാൻ വായിച്ചു തരാം. അപ്പൊ എന്നാലും ഈണം കേട്ടോ എങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ താളങ്ങളുടെ, കേരളീയമായിട്ടുള്ള താളം, ചില വാക്കുകളുടെ പ്രയോഗങ്ങള്, നാട്ടുഭാഷയുടെ ഭംഗി കേട്ടോ, നാട്ടുഭാഷ അങ്ങനെയുള്ള പ്രയോഗങ്ങള്, പഴഞ്ചൊല്ലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്പ്യാരുടെ കൃതികളിൽ ധാരാളം കാണാൻ പറ്റും. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഈ പഴഞ്ചൊല്ലുകൾ നമ്പ്യാർ എഴുതിയപ്പോ അല്ലെ, എഴുതിയത് പിന്നീട് പഴഞ്ചൊല്ലായതാണോ, ഇനി പഴഞ്ചൊല്ലുകൾ തന്നെ നമ്പ്യാർ എഴുതിയതാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ അത്രമാത്രം പഴഞ്ചൊല്ലുകൾ ആരുടെ കൃതിയിലുണ്ട്, നമ്പ്യാരുടെ കൃതികളിലുണ്ട്. പിന്നെ നാടകീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാസഭംഗി എന്ത് ചെയ്യുന്നുണ്ട്, കൃതിയിൽ കാണാം. ഫലിത പരിഹാസങ്ങളിലൂടെയുള്ള സാമൂഹ്യ വിമർശനം. എങ്ങനെയാണ്, ആക്ഷേപഹാസ്യം, സെറ്റർ എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നില്ലേ. ഇങ്ങനെ ഫലിതത്തിലൂടെയുള്ള സാമൂഹിക വിമർശനമാണ് ആരുടെ കൃതിയിൽ നമ്മൾ കാണുന്നത്, നമ്പ്യാരുടെ കൃതിയിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, എന്താണ് പാഠഭാഗം എന്ന് പറയുന്നത്? പാഠഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു പാഠഭാഗമാണ്. ഓക്കെ, നമ്മുടെ സമൂഹത്തില് നമ്മളുടെ കവിതയിലുള്ള സ്ത്രീയെ പോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെ, ഇത്തരത്തിലുള്ള കൊള്ളിവാക്കുകൾ കേൾക്കുന്ന ഒരുപാട് സ്ത്രീകൾ എന്തുണ്ട് നമ്മളുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കവിതയിലുള്ള ശീലാവതി എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, പലപ്പോഴും പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, നീ ആരാണ്, ശീലാവതിയോ എന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ശീലാവതിയോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, ശീലാവതി എന്തൊക്കെയോ ഗുണങ്ങളുള്ള, എന്തൊക്കെയോ പ്ലസ് പോയിന്റുകളുള്ള ഒരാളാണ് ആര്, ശീലാവതി അല്ലെ. അപ്പൊ ശീലാവതി ആരാണ്, ഒരു അസല് ഭാര്യയൊക്കെയാണ് ആര്, ശീലാവതി അല്ല. പാവം പിടിച്ചൊന്നും പറയാത്ത, എല്ലാം സഹിച്ചു നിൽക്കുന്ന ഒരു ഭാര്യയാണ്. അപ്പൊ ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്യുന്നത്, ശീലാവതി അങ്ങോട്ട് പ്രതികരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ടീച്ചർ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ പറയണേ. അപ്പൊ എന്താണ്, ഉഗ്രശ്രവസിന്റെയും ശീലാവതിയുടെയും ഒരു അല്ലെ ഒരു എന്താണ് ജീവിത കഥയാണ് പറയുന്നത്. ഉഗ്രശ്രവസ് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ടവനായിരുന്നു. ആരായിരുന്നു, മഹാവൃത്തികെട്ടവനായിരുന്നു. പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതരുത്. അപ്പൊ ഈ ഉഗ്രശ്രവസ് എന്ത് ചെയ്യാണ്, ശീലാവതിനെ അല്ലെ, ഒരു മാറ്റം ഇല്ലല്ലോടെ എന്ന് ആര് ചോദിക്കുകയാണ്, ശീലാവതി ചോദിക്കുകയാണ് അല്ലെ. ഭിക്ഷ എടുത്തല്ലേ നിന്നെ ഞാൻ തീറ്റിപ്പോറ്റുന്നത്. ശീലാവതി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഈ ഉഗ്രശ്രവസ് എന്ന് പറയുന്നത് വിരൂപൻ എന്ന് പറയാൻ പാടില്ല നമ്മള്, പക്ഷെ കൃതിയിൽ അങ്ങനെ പറയുന്നുണ്ട്. വൈരൂപ്യം, സൗന്ദര്യം ഓരോ ആളുകളുടെയും കണ്ണിലാണ്.
അല്ലാതെ തിരിച്ചറിയാനുള്ള ബോധമൊക്കെ നമുക്കുണ്ട്. പക്ഷെ കവിതയിൽ എന്ത് പറയുന്നു, വൈരൂപ്യമുള്ള ആളാണ്, വിരൂപനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ടീച്ചർ അത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ദുശീലം, മഹാവൃത്തികേട് എന്ന് പറഞ്ഞാൽ മഹാവൃത്തികേട്. പിന്നെ മൂക്കത്താണ് ശുണ്ഠി, ഭയങ്കര ദേഷ്യമാണടാ. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര ദേഷ്യം കേട്ടോ. എല്ലാതും തൊട്ടനും പിടിച്ചനും ഒക്കെ കോപിക്കുന്ന അങ്ങനെയുള്ളൊരു മഹാവൃത്തിയുടെ സ്വഭാവമായിരിക്കും ഉഗ്രസ്രവസിന് കേട്ടോ. പിന്നെ ഈ ഉഗ്രസ്രവസ് ഉണ്ടല്ലോടാ, ഈ സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് ഈ ഭാര്യനെയും കൂട്ടിയിട്ട് എവിടെ പോയിട്ടുള്ള ആളാണ്, ആ വേശ്യാഗൃഹങ്ങളിൽ വരെ പോയിട്ടുള്ള അത്രമാത്രം വൃത്തികെട്ട മനുഷ്യനാണ് ആര്, ഉഗ്രസ്രവസ് കേട്ടോ. അപ്പൊ ഈ ശീലാവതിക്ക് ഈ ഉഗ്രസ്രവസിന്റെ കൂടെ പല്ലിന് ക്ലിപ്പിട്ടുണ്ടെങ്കിൽ വരുന്നില്ല അക്ഷരങ്ങളൊന്നും അല്ലെ, ശീലാവതിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ പാഠസന്ദർഭം കേട്ടോ. അപ്പൊ പറയാണ് അല്ലെ, ഭിക്ഷ എടുത്തിട്ടാണോ ഇങ്ങനെ ദാരിദ്ര്യാണ് അല്ലെ, ഉഗ്രസ്രവസ് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ച് ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ മേലാസകലും ഇങ്ങനെ എന്ത് ചെയ്യാണ്, ചലം അല്ലെ പൊട്ടി നാറിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ശീലാവതിക്കാണെങ്കിൽ ഭർത്താവിനെ നോക്കണം, അതേപോലെ എന്ത് ചെയ്യണം, ഇയാൾക്ക് ഭക്ഷണം കൊടുക്കണം അല്ലെ, പുറത്ത് പോയിട്ട് അപ്പൊ പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഓരോ വീടുകളിലും പോയിട്ട് തെണ്ടി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവര് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നല്ലേ. അപ്പൊ ചോദിക്കാണ്, ഭിക്ഷ എടുത്തല്ലേ നിന്നെ ഞാൻ തീറ്റി പോറ്റുന്നല്ലേ. അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് എന്ത് ചെയ്യാനടാ, എന്തൊക്കെ ചെയ്താലും കൊള്ളിവാക്ക് മാത്രം അല്ലെ, കുറ്റപ്പെടുത്തൽ മാത്രമാണ്. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആര് ചെയ്യുന്നത്, ഉഗ്രസ്രവസ് ചെയ്യുന്നല്ലേ. അപ്പൊ എന്ത് ചെയ്യാണ്, ടീച്ചർ ഇത് മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ട്രോളായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ശീലാവതി എന്ന് വിളിക്കുകയാണ് ആര്, ഉഗ്രസ്രവസ് കേട്ടോ. അപ്പൊ ഇങ്ങനെ അസുഖബാധിതനായിട്ടുള്ള ഉഗ്രസ്രവസ് എന്ത് ചെയ്യാണ്, അയാൾക്ക് വേണ്ടതൊക്കെ ശീലാവതി കൊടുക്കണം. നല്ല മരുന്ന് കൊടുക്കുന്നു, നല്ല ഭക്ഷണം ഉണ്ടാക്കി, അത് ഉണ്ടായിട്ടൊന്നും അല്ല അല്ലെ, എവിടേക്കോ പോയി അലഞ്ഞു തിരിഞ്ഞു കൊണ്ട് കൊടുക്കാണ്. എന്നിട്ട് അതിനൊക്കെ കുറ്റം, ഇതിന് ഉപ്പില്ലല്ലോ, ഇതിന് മുളകില്ലല്ലോ, ഇതിനൊരു രസമില്ലല്ലോ, കുളിച്ചിട്ടില്ല, അത് ഈ തേങ്ങ അരച്ചിട്ട്, അങ്ങനെ എല്ലാത്തിനും എന്താണ്, ശീലാവതിയെ കുറ്റപ്പെടുത്തുകയാണ് ഉഗ്രസ്രവസ് കേട്ടോ. അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് പല വീടുകളിലൊക്കെ പോയിട്ടാ എന്ത് ചെയ്യുന്നത്, ഈ അരിയൊക്കെ കൊണ്ടുവരുന്നത് അല്ലെ. എന്നിട്ടോ പിന്നെ ഈ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, ഏതായിരുന്നു ഈ സിനിമ, ഏതായിരുന്നടാ സിനിമ, വെറുതെ അല്ല ഭാര്യ അല്ലെ. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവസാനം കുറ്റായിരിക്കും. ഇത് നമ്മൾ ഈ കവിതയിലും ശീലാവതി ചരിത്രത്തിൽ മാത്രമല്ല നമ്മൾ കാണുന്നത് അല്ലെ. നമ്മളുടെയൊക്കെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളും പറയാറില്ലേ അല്ലെ, അമ്മമാര് ചിലപ്പോൾ എന്ത് കാര്യത്തിനും നമ്മളെ കൂടെ ഉണ്ടാവുന്ന എല്ലാ അല്ലെ, ടിഫിൻ ബോക്സിൽ പാത്രങ്ങൾ വരെ അല്ലെ, സോറി പാത്രത്തിൽ ചോറ് വരെ വെച്ച് അല്ലെ, കുപ്പിയിൽ വെള്ളം വരെ നിറച്ച് ഇപ്പൊ നമ്മളെ ബാഗിൽ കൊണ്ടുവന്ന് വെക്കുന്ന അമ്മമാരായിരിക്കും നമുക്ക്. എന്നാൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാലും നമ്മൾ എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തുന്ന ആളുകളാണ് പലപ്പോഴും അല്ലെ. പല വീടുകളിലും നമ്മൾ അത്തരത്തിലുള്ള നിസ്സഹായമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് സ്ത്രീകൾ കടന്നു പോകുന്ന എല്ലാ കാലത്തും, ഇത് 18ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടൊരു കൃതിയാണ്. പക്ഷെ ഇന്ന് 21ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ പോലും എന്താണ്, ഇന്ന് ചിലപ്പോൾ സ്ത്രീകൾക്ക് ജോലി ഉണ്ട് എന്നുള്ളത് ഒരു മാറ്റമാണ്. പക്ഷെ ഈ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരെക്കാളും മുമ്പ് എണീച്ച് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ലെ, എല്ലാവരെക്കാളും ലേറ്റ് ആയിട്ട് ഉറങ്ങണം. കാരണം ഇതൊക്കെ ചെയ്തിട്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വീടും കുടുംബവും ഒക്കെ പോകുന്ന ഇടങ്ങളിലൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് ആര്, സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാലത്തും 18ാം നൂറ്റാണ്ടിലായാലും 21ാം നൂറ്റാണ്ടിലായാലും സ്ത്രീകളുടെ അവസ്ഥ എന്ത് തന്നെയാണടാ, ഒരേ അവസ്ഥ അല്ലെ. ഈ വീട്ടിലേതാ ഈ ഇട്ടാവട്ടത്തുള്ള പണിയല്ലേ നിനക്കുള്ളൂ എന്ന് ജയറാം ചോദിച്ച പോലെ എല്ലാ വീടുകളിലും ചിലപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യാണ്, ശീലാവതി എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും അവളെ കുത്തുവാക്കുകൾ കൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം, പറഞ്ഞ് വേദനിപ്പിക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ശീലാവതി പറയാണ്, ഈ കുത്തുവാക്കുകൾ കൊല്ലുന്നതിനേക്കാളും എന്താണ്, ശല്യാണ്. ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ അമ്മേനോട് പറയാം, എന്റെ അമ്മ അങ്ങനെ എന്ത് അടിക്കൊന്നുമില്ല, അമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, നമുക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും അല്ലെ. അപ്പൊ എന്താണ്, അത് ഭയങ്കര സ്വഭാവം കൊണ്ടായിരിക്കാം, പക്ഷെ എന്നാലും അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവില്ലടാ. അപ്പൊ അങ്ങനെ ഇത് കൊല്ലുന്നതിനേക്കാളും ഭേദാണെന്ത്, കൊല്ലുന്നതിനേക്കാളും ശല്യാണെന്ത്, ഈ കുത്തുവാക്കുകളെ കൊന്നാ മതിയായിരുന്നു. പിന്നെ കഴിഞ്ഞൂലോ എന്ന് പറയാണ് ശീലാവതി. അങ്ങനെ കുടുംബ അന്തരീക്ഷത്തില് ശാരീരിക പീഡനം അല്ലെ, അടിക്കുന്നു കുത്തുന്നു അല്ല എന്തെന്ന് പറയുന്നത്, ഏറ്റവും ഭീകരമായ പീഡനം അതെന്താണ്, മാനസികമായിട്ട് അല്ലെ, നമ്മുടെ മനസ്സിനേൽക്കുന്ന ക്ഷതങ്ങളാണ് എന്ന് പറയാണ് ആര്, ഇവിടെ ശീലാവതി. എടുത്താലും എടുത്തില്ലെങ്കിലും, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും, കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഒക്കെ എന്താണ്, ശീലാവതിക്ക് കുറ്റാണ് അല്ലെ. അവളുടെ കുറവുകളെ കുറിച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഭർത്താവ് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതൊക്കെ തന്റെ ജാതകദോഷമായിരിക്കും, ഒരു ക്ലീശേ സാധനമാണല്ലോ, ഇതൊക്കെ എന്റെ വിധിയായിരിക്കാം എന്ന് പറഞ്ഞ് കുറ്റമേറ്റ് നശിക്കേണ്ടി വരുന്നതെന്ന് എന്ത് ചെയ്യാണ്, അവൾ സ്വയം സമാധാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ. കുറവച്ചീടിന് മുനികുലനാഥൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, വളരെ പ്രധാനപ്പെട്ട പ്രയോഗമാണ് കവിതയിലെ. അത് പ്രയോഗത്തിൽ ഭർത്താവിനോടുള്ള ശീലാവതിയുടെ പരിഹാസമാണ് അല്ലെ. അത് കവിത എടുക്കുമ്പോൾ ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ പണ്ടത്തെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ തുറന്നു കാണിക്കുകയാണ്. പണ്ടത്തെ എന്ന് പറയാൻ പറ്റില്ല, പണ്ടത്തെ എന്ത് ചെയ്യാം, നമുക്കങ്ങ് വെട്ടാം. കാരണം ഇപ്പോഴും സ്ത്രീകളുടെ അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണ് അല്ലെ. അപ്പൊ പാഠഭാഗത്തിന് ഇന്നത്തെ കാലത്തും എന്താണ്, വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറവച്ചീടിന് മുനി കുലനാഥൻ എന്ന് കവയിത്രി പറയുന്ന അല്ലെ.
ശീലാവതിയെ കുറിച്ച് കവി പറയുന്നു. അപ്പൊ നമ്പ്യാരുടെ വരികൾ നമുക്കൊന്ന് നോക്കാം. നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും എല്ലാം കൊടുക്കുന്നു ഞാൻ എല്ലാ നേരവും ഇപ്പോ, അല്ലെ? ഈ മനുഷ്യന് ഞാൻ നല്ല കഷായം, നല്ല മുക്കുടികളും, ഔഷധക്കൂട്ടുകൾ നിറഞ്ഞ മരുന്നുകൾ എല്ലാം ഇയാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അല്ലെ? ഞാൻ എല്ലാ നേരവും ഇപ്പോ തെല്ലും വിശേഷം കാണുവാനില്ല, അല്ലെ? ചോറൊരു വറ്റും ചെല്ലുന്നതിരില്ല രോഗം വെല്ലുന്നൊരു ഔഷധജാല, അല്ലെ? എന്ത് ചെയ്യുന്നില്ല? ചോറൊരു, അല്ലെ, നമ്മൾ കൊടുക്കുന്ന മരുന്നിലൊന്നും എന്ത് ചെയ്യുന്നില്ല, അയാളുടെ ശരീരത്തിൽ ഒരു മാറ്റവും വരുന്നില്ല, അല്ലെ? കുഷ്ഠരോഗമാണ്. ശീലാവതിയുടെ ഒരു കഥയുണ്ട്. ഇങ്ങനെ ഭർത്താവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഒരു വിരലറ്റ്, അല്ലെ, കുഷ്ഠരോഗമാണ്, ഒരു വിരലറ്റ് ഈ ചോറിൽ വീണു, അല്ലെ? വിരലറ്റ് ചോറിൽ വീണ സമയത്ത് എന്ത് ചെയ്യാണ്? ഭർത്താവ് കഴിച്ചതാണ് ഭാര്യ കഴിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ട്, അല്ലെ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്നൊക്കെ പണ്ട് കവികൾ പാടിച്ചില്ലേ? ഓരോരുത്തർ സങ്കല്പാണ് എന്താ, അല്ലെ? അപ്പൊ ഈ ചോറ് തിന്നുമ്പോഴാണ് ഇതിനകത്ത് വിരല് വീണത്. എന്നിട്ട് ശീലാവതി മെല്ലെ വിരല് മറ്റേ അയലക്കഷ്ണമൊക്കെ എടുത്തേക്കൊന്നുമില്ല, അങ്ങോട്ട് മാറ്റി വെച്ച് ആ ചോറ് തിന്നു ശീലാവതി. ഇതൊക്കെ കഥകളുണ്ട് കേട്ടോ. പിന്നെ ഒരു കഥയാണ്, ഇങ്ങനെ കൊട്ടയിലെടുത്ത് ഈ ഉഗ്രശ്രവസിനെയും കൊട്ടയിലെടുത്ത് ശീലാവതി ഇങ്ങനെ പോകുമ്പോ ഒരു വീട്ടിൽ ഇങ്ങനെ വേശ്യാഗൃഹത്തിൽ, അല്ലെ, ഇങ്ങനെ വെളിച്ചം കാണുമ്പോ ഉഗ്രശ്രവസ് പറയാണ് എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെങ്ങാനാണ് ഈ കോട്ടയോടെ എടുത്ത് എന്ത് ചെയ്യും, വലിച്ച റേറ് വെച്ചു കൊടുക്കും, അല്ലെ? ശീലാവതി കൊണ്ടുപോയടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ്, അല്ലെ? എന്നിട്ട് നമ്മളോട് പറയാണ് ഈ ശീലാവതിയെ പോലെ ആവണം എന്ന് പറയാണ് കേട്ടോ. അവരുത് കേട്ടോ, അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. അത്ര സഹനശക്തി ഒന്നും ഉണ്ടാവരുത്, അല്ലെ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ മൂത്തൂക്കി പറയാനൊക്കെ എന്റെ പെൺകുഞ്ഞുങ്ങൾക്ക് പറ്റണം കേട്ടോ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാണ്? അപ്പൊ ഇത്രയും ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ആര്? ഉഗ്രശ്രവസ്. അപ്പൊ എല്ലാ സിറ്റുവേഷൻസിലും, അല്ലെ, ഇത്രയും മോശം സിറ്റുവേഷൻസിലും എന്ത് ചെയ്യാണ്? ശീലാവതി കൂടെ തന്നെ നിന്ന് പരിചരിക്കുകയാണ്, അല്ലെ? രോഗം മാറുന്ന ഒരു എന്താണ്? തെല്ലും നമുക്ക് കഴിവില്ലെന്ന് വന്ന് കാന്തൻ അല്ലും പകലും കഴിവില്ലാതെ വലയുന്നു, അല്ലെ? ഈ രോഗത്തെ ചെറുക്കാനുള്ള ഒരു കഴിവും ആർക്കില്ല. അതായത് ഇത്രയും ബോഡി ആർക്ക് വീക്കായിട്ടിരിക്കുകയാണ്, ഇത്രയും ശാരീരികമായിട്ട്, അല്ലെ, തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഉഗ്രശ്രവസ് ഉള്ളത് കേട്ടോ. പിന്നെന്താണ്? പിന്നെ ഇല്ലങ്ങളിൽ നടന്ന് നെല്ലുമരിയും ചൊല്ലുന്ന പോലെ കുത്തിക്കല്ല് കളഞ്ഞു വെച്ചു നല്ല ചോറും കറിയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടും ചെല്ലുന്ന നേരമങ്ങ് തെല്ലും രുചിയുമില്ല. കൊല്ലുന്നതിനേക്കാളും ശല്യമായിട്ടുള്ള ഒരു കൊള്ളിവാക്കല്ലാതൊന്നും ചൊല്ലുകയില്ല അദ്ദേഹം, അല്ലെ? അപ്പൊ ഓരോ വീട്ടിലും ചെന്നിങ്ങനെ നെല്ലും സാധനമൊക്കെ തെണ്ടി നടന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആ നെല്ലും പതിരൊക്കെ പോയി കുത്തി ഉണ്ടാക്കി കൊടുത്താൽ എന്ന് പറയൂ, ഇതിനൊരു രുചിയും ഇല്ല, അതിനൊരു രസവും ഇല്ല, അല്ലെ? എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? കൊള്ളിവാക്കല്ലാതെ വേറൊന്നും പറയൂല, അല്ലെ? കൊല്ലുന്നതിനേക്കാളും ഭേദാണെന്ത്, കൊല്ലുന്നതിനേക്കാൾ ഭീകരമാണെന്ത്? ഈ കൊള്ളിവാക്ക് പറയുക. എന്തിനും കുറ്റാണ്, എന്തിനും കുറ്റം, അല്ലെ? എടുത്തെന്നാലും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം, അല്ലെ? എടുത്താലും കുറ്റം, എടുത്തില്ലെങ്കിലും കുറ്റം, കൊടുത്താൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം, കൊടുത്താലും കുറ്റം, കൊടുത്തില്ലെങ്കിലും കുറ്റം. പിന്നെയോ അടുത്തെന്നാൽ അതും കുറ്റം, അടുക്കാഞ്ഞാൽ അതും കുറ്റം, അല്ലെ? അടുത്താലും കുറ്റാണ്, അടുത്തില്ലെങ്കിലും കുറ്റാണ്. എല്ലാത്തിനും തൊട്ടത്തിൽ പിടിച്ച് ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, അല്ലെ? നിങ്ങൾ അങ്ങനത്തെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇത് മെൻഷൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാത്തിനും കുറ്റം പറയുന്ന ചില ആളുകൾ ഉണ്ടാവും കേട്ടോ. എനിക്ക് പരിചയമുണ്ട്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുളിച്ചില്ലെങ്കിൽ അതും കുറ്റം, കുളിച്ചാഞ്ഞാൽ അതും കുറ്റം, പറഞ്ഞില്ലെങ്കിലും കുറ്റം, പറയാഞ്ഞാൽ അതും കുറ്റം, എരിച്ചില്ലെങ്കിലും കുറ്റം, എരിക്കാഞ്ഞാൽ അതും കുറ്റം. ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറഞ്ഞു മടുത്തിട്ടാണ് അവസാനം ശീലാവതി ഇത് തുറന്നു പറയുന്നത്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നു? കുറവല്ലാതെ നമുക്കൊരു വസ്തു പറവാനില്ല ജനിച്ചേ പിന്നെ. അപ്പൊ സ്ത്രീകളുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. കുറവ് മാത്രമേ ഉള്ളൂ. എല്ലാ കാലത്തും സ്ത്രീകളെ എന്താണ്, ജനിച്ചപ്പോ തൊട്ട് സ്ത്രീകളെ കുറിച്ച് കുറവ് പറയാൻ മാത്രമേ എല്ലാവർക്കും എന്തുള്ളൂ, വായിൽ നാക്കുള്ളൂ, അല്ലെ? അപ്പൊ കുട്ടിയായിരിക്കുമ്പോ പെൺകുട്ടിയായിരിക്കുമ്പോൾ അങ്ങോട്ട് ചെയ്യരുത്, ഇങ്ങോട്ട് ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ കുറ്റം, ഇങ്ങനെ ചെയ്താൽ കുറ്റം. അപ്പൊ എല്ലാത്തിനും എല്ലാ കാലത്തും കുറ്റങ്ങളേറ്റ് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. പിന്നെ ഈ പദങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ പ്രാസമുണ്ട്, അല്ലെ? ദ്വിതീയ അക്ഷരപ്രാസം കാണാം നമുക്ക്, അല്ലെ? ദ്വിതീയാക്ഷരം, അല്ലെ? രണ്ടാമത്തെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത് കാണാം. അതേപോലെ അന്ത്യാക്ഷരപ്രാസം, അല്ലെ? പിന്നെ പദങ്ങളുടെ ആവർത്തം, കുറ്റം കുറ്റം കുറ്റം, അല്ലെ? കുളിക്കാഞ്ഞല്ലതും പറയാഞ്ഞല്ലതും, അങ്ങനെ എന്താണ് പദങ്ങളുടെ ആവർത്തം നമുക്ക് കാണാം. അത് പ്രയോഗം, അല്ലെ? ആസ്വാദനക്കുറിപ്പൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഗ്രാമാറ്റിക്കലി, അല്ലെ, നമ്മളുടെ എന്താണ് വ്യാകരണപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക. പിന്നെന്താണ്? പറവാനില്ല ജനിച്ചേ പിന്നെ, അല്ലെ? എല്ലാം കുറ്റമല്ലാതെ ഒരാൾക്കും എന്തില്ല, ഒന്നും പറയാനില്ല, അല്ലെ? മറിമായങ്ങളും അഭിനയവും ഞാൻ അറിയുന്നവളല്ല അച്യുത കൃഷ്ണ. കൃഷ്ണ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ, അല്ലെ? ശീലാവതി പറയാണ്, എനിക്ക് മറിമായോ മായാജാലൊന്നും അറിയില്ല. ഈ രസമില്ല എന്ന് പറയുന്ന സാധനം മാറ്റി വേറെ സാധനം ഉണ്ടാക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ കൃഷ്ണ, ഞാൻ തോറ്റു, അല്ലെ? അങ്ങനെ അവസാനം ശീലാവതി എന്ത് ചെയ്യാണ്? അല്ലെ, സഹി കെട്ടു, അല്ലെ? എന്നിട്ടോ പിറവിയിലുള്ളൊരു ജാതക ദോഷം കുറയല്ലത് കൊണ്ട്
ഇങ്ങനെ നമ്മെ കുറവ് പറഞ്ഞു നശിക്കുന്നു അല്ലെ. എന്ത് ചെയ്യാണ്? പിറവിയിൽ ജനിച്ചപ്പോ തൊട്ടേയുള്ള ഒരു ക്ലീശേ സാധനമാണ് അല്ലെ, ജനിച്ചപ്പോ തൊട്ടേയുള്ള എൻ്റെ ദോഷാണ്, ഞാനിങ്ങനെ ആയിപ്പോയി, എൻ്റെ വിധി എന്നൊക്കെ ആര് പറയാണ്? ശീലാവതി പറയാണ് അല്ലെ. എന്നിട്ടോ എന്താ പറയുന്നത്? കുറവച്ചീടിന് മുനികുലനാഥൻ അല്ലെ, കുറവൊന്നും ഇല്ലാത്ത, അത് പരിഹാസാണ്, അസലായിട്ട് ശീലാവതി പരിഹസിക്കുകയും കൂടെ ചെയ്യാണ് ആരെ? ഉഗ്രശ്രവസിനെ അല്ലെ. എന്താ പറയുന്നത്? കുറവൊന്നും ഇല്ലാത്ത കുറവച്ചീടിന് മുനികുലനാഥൻ എന്ത് ചെയ്യുന്നു? എന്നെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറവും ഇല്ലാത്ത, എല്ലാം തികഞ്ഞിരിക്കുന്ന അല്ലെ. അതായത് എന്താണ്? എല്ലാ തരത്തിലുള്ള മോശം സ്വഭാവമുണ്ട്, ക്ഷിപ്രക്രോപിയാണ് അല്ലെ, ഒരാളെ മനസ്സിലാക്കില്ല, എല്ലാത്തിനും ദേഷ്യമാണ്, മോശം സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇങ്ങനെയൊക്കെ ഉള്ള ഉഗ്രശ്രവസാണ്. എല്ലാ കുറവുകളും ഉള്ള ഒരാൾ എന്ത് ചെയ്യാണ്? ശീലാവതിയുടെ ഇല്ലാത്ത കുറവുകളെ കണ്ടെത്തി കുറ്റം പറയാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറവച്ചീടിന് മുനികുലനാഥൻ എന്നാര് പറയുന്നത്? ശീലാവതി ഉഗ്രശ്രവസിനെ എന്ത് ചെയ്യുന്നത്? കളിയാക്കി പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ ഈ ഒരു കവിത എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നല്ല നല്ല ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാം. അപ്പൊ ഈ വരികളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് അല്ലെ, ടെക്സ്റ്റ് ഒക്കെ വായിക്കാറുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടെക്സ്റ്റ് ഒക്കെ ഉണ്ടോ കയ്യില്? അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കണം, നന്നായിട്ട് നമ്മൾ പഠിച്ചൊക്കെ തുടങ്ങണം കേട്ടോ. നമ്മൾ സെക്കൻഡ് ടേമിലേക്കുള്ള നമ്മളെ ക്രിസ്മസ് എക്സാം നമുക്ക് എന്തായാലും പൊളിക്കണം. നമുക്ക് എല്ലാ പാഠങ്ങളും നമുക്ക് A to Z കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് ഇതുപോലെ പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയല്ലോ, നമ്മൾ അടുത്ത ബാച്ചൊക്കെ നമ്മൾ +2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സമയം ആലോചിച്ച് നിന്നിട്ട് എന്ത് ചെയ്യരുത്? കളയരുത് അല്ലേ. +2 എന്നൊക്കെ പറയുന്നത് പണ്ടേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ വഴിത്തിരിവാണെന്നൊക്കെ ഉള്ളത്. വഴിത്തിരിവാണോ അല്ലയോ എന്നുള്ളതൊന്നും അല്ല, നമ്മൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ അല്ലെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റണമെങ്കിൽ, നമ്മൾ വിചാരിച്ച കോളേജിലൊക്കെ നമുക്ക് അല്ലെ അഡ്മിഷൻ എടുക്കണം, ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നമ്മൾ വിചാരിക്കുന്നൊക്കെ എടുക്കാനാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മളെ പോക്കറ്റിൽ മാർക്ക് വേണം അല്ലെ. അതിന് നമ്മൾ ഇപ്പം ശ്രമിക്കണം. അപ്പോൾ നമ്മളുടെ എല്ലാ അല്ലെ അടിപൊളി ഒരുപാട് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ സീറ്റുകളൊക്കെ ഉറപ്പാക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിലൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. എല്ലാം പെട്ടെന്ന് അല്ലെ, ഉഗ്രശ്രവസനം പോലെ ഇങ്ങനെ മടിച്ചൊന്നും ഇരിക്കരുത് അല്ലെ, കുറ്റം പറഞ്ഞിട്ട് അയ്യോ എന്നും പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ആയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ വേഗം വേഗം എന്ത് ചെയ്യുക? പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ പരീക്ഷകൾ വന്നാലും അല്ലെ എന്ത് വന്നാലും നമ്മളെ അതൊന്നും ബാധിക്കില്ല. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക അല്ലെ, വേഗം തന്നെ നിങ്ങളുടെ സീറ്റുകളൊക്കെ ഉറപ്പാക്കുക. ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മലയാളത്തിൽ? ടീച്ചർ ഇവിടെ ഇനി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഏത് പാഠമാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതൊക്കെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതൊക്കെ കണ്ടിങ്ങനെ എനിക്ക് സന്തോഷം തോന്നിയിട്ട് വേണം അടുത്ത വീഡിയോ എനിക്ക് ഉഷാറായിട്ട് വന്നിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ബൈ, നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? കാണാം. ഓക്കെ ബൈ.